ഒരുപാട് പരാതികൾ ആദ്യമൊക്കെ പറയാനുണ്ടാവും. എത്ര ഈ പരാതികളൊക്കെ പറയാം. പരാതി കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല എന്ന് മറ്റൊരാൾക്ക് തിരിച്ചറിയാഞ്ഞിട്ടാ. എന്നാലൊരു പ്രതീക്ഷയാ. കാരണം അത്രമാത്രം സ്നേഹിച്ചതല്ലേ. ഈ പരാതികളൊക്കെ അവർ കേൾക്കും. ഒരു നിമിഷമെങ്കിലും എൻ്റെ അടുത്തേക്കൊന്ന് നോക്കും. ചില ആൾക്കാരുണ്ട് ഈ പരാതികളൊക്കെ പറയുമ്പോൾ അതുപോലും നോക്കുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഫോണിൽ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, സ്പോർട്സ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല രീതിയിലും അവരുടെ അല്ലെങ്കിൽ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതൊരു ആളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് ശ്രദ്ധിക്കുന്നു എന്ന് പോലും നോക്കാതെ എത്ര പെട്ടെന്നാണ് മറ്റൊരാളുടെ ഇമോഷൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത്രമേൽ നമ്മൾ സ്നേഹിച്ച് കൂടെ നിർത്തിയ ഒരാളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കേൾക്കുന്നു എന്നുള്ളതൊരു സിൻസിയറായിട്ടെങ്കിലും ഇരുന്നൂടെ. ഇങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ ജസ്റ്റേഴ്സ് കൊണ്ട് അവരെങ്ങനെ അപമാനിക്കണം? എന്നിട്ട് അവിടെ വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലത്തും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലല്ലോ, രണ്ടുപേരുടെയല്ലേ. എന്നിട്ട് എന്താ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നത്? അങ്ങനെയെങ്കിൽ അവിടെ ഇഷ്ടമുണ്ടോ? ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ ഒരു തിരക്കിലല്ലേ എല്ലാവരും. പുതിയ പുതിയ ബന്ധങ്ങൾ, ഉള്ള ബന്ധങ്ങളെ ഒന്നും കൂടി പുതുക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ഉള്ള ബന്ധത്തിലിരുന്ന് കേട്ട് തന്നെ വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ബന്ധങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്? ഈ ബന്ധങ്ങളിൽ ഒരേ തരത്തിലുള്ള ബന്ധങ്ങളാണോ എല്ലാം ഒരു പ്രണയമെങ്കിൽ ഒരുപാട് പേരോട് പ്രണയം തോന്നിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരോട് ഒരേ തരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അപ്പം നമ്മൾ പലരുടെ അടുത്തു നിന്നും സംസാരിക്കുമ്പോൾ പല രീതിയിലാണ്. ഇപ്പം നമ്മളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ ആരോട് ഷെയർ ചെയ്യണോ, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്ന ആളായിരിക്കണം എന്നില്ല നമ്മുടെ എന്ത് കാര്യവും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നത് അല്ലേ. അത് അത് വ്യത്യസ്തമായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നതല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ജഡ്ജ്മെൻ്റലാവാതെ വൃത്തിയായിട്ട് കേൾക്കുന്നുണ്ടോ? അങ്ങനെ ചിലരുണ്ടെങ്കിൽ ചില ആൾക്കാർ വെറുതെ കേട്ടിരുന്ന് ഒരഭിപ്രായം പറയുന്നില്ല എന്നൊരു പരാതിയില്ലേ. അപ്പം എന്തുമാത്രം പരാതികളാണ് ഉണ്ടാവുന്നത്. ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ബന്ധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്നൊരു സെൽഫ് ചെക്ക് നടത്തുന്നത് നല്ലതാണ്. മറ്റൊരാളെ പഴിചാരും മുമ്പ് എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇനി ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം. സ്നേഹിക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്തം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത്. പലപ്പോഴും അതാണ് ഇല്ലാത്തത്. സ്നേഹം തോന്നുന്ന ആൾക്കാരോട് ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം സ്നേഹം തോന്നുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് പോവുക. എന്നിട്ട്